അമ്മ ചായയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. വായമ്മ ചായ കുടിക്ക. എനിക്ക് ചായ ഒന്നും വേണ്ട മോളെ. ഞാൻ അവിടെ പോയി ചായ കുടിച്ചോണ്ട് അവിടെ പോയാൽ ഇത്ത എന്തെങ്കിലും തരും ചായക്ക്. അമ്മ വെറും വയറ്റില് പോണ്ടല്ലോ, എന്തേലും കഴിച്ചിട്ട് പോയിക്കൂടെ? അത് നെയ്യും ഉപ്പയും കൂടി കഴിച്ചോ. അതെ, എനിക്ക് അവിടെ പോയിട്ട് കഴിക്കാം. അവിടെ പോയാൽ എന്തെങ്കിലും കഴിക്കാൻ തരും. പിന്നെ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ എനിക്ക് അവിടെ പോയാൽ കഴിക്കാൻ പറ്റില്ല. പിന്നെ പണിയെടുക്കാനും പറ്റില്ല കാലത്തെണിച്ച് ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ. അപ്പൊ ഞാനിവിടെ മുറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പുറത്തും കൂടി അടിച്ചു വിട്ടിട്ടേ ഒന്ന് നേരത്തെ പോയിട്ട് വരാം. നേരത്തെ ഞാൻ പോയാലല്ലേ മോളെയും കൊണ്ട് പോകണ്ടേ. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ ചെവി വേദന? ചെവി വേദനയൊന്നും കുറവില്ലമ്മ. രാത്രി ഒന്നും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ഉമ്മ ഒരു കാര്യം കേട്ടു, നമ്മ പോവാൻ നിക്കണം. നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് എനിക്ക് തീരെ പറ്റണില്ല, നല്ല വേദനയുണ്ട്. അതെ ഉമ്മ, ഇന്നലെ നിന്റെ ചെവി വേദന കൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് ആ മുളകെണ്ണയൊക്കെ കാച്ചാനും പിടിക്കാനും, മുളകെണ്ണ കാച്ചി വെച്ചിട്ടും കുറവില്ല. അതാണ് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അത് കാരണം ഉമ്മ ഒന്ന് നേരം വൈകി എണിക്കാൻ തന്നെ. ഇനിയിപ്പോൾ ആ പണികളൊക്കെ വേർപ്പെട്ട പണികൾ കിടക്കുന്നതൊക്കെ കിടക്കട്ടെ. ഉമ്മ പോകണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഡോക്ടർക്ക് പോകാൻ അത്ര കാശൊന്നും ഇല്ല മോളെ. എങ്ങനെ പോയാലും ഒരു 1000 റുപ്യ ഇങ്ങനെ വേണം. ഡോക്ടർ ഫീസ് ഒരു 200-300 റുപ്യ കൊടുക്കണം. പിന്നെ മരുന്നൊക്കെ എഴുതി തരില്ലേ, അവൾക്ക് വാങ്ങണ്ടേ. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യുക, ഞാനിവിടുത്തെ പണികളൊന്നും ചെയ്യാൻ നിൽക്കണില്ല. ഉമ്മ വന്നിട്ട് ചെയ്യാം. മോളിഞ്ഞിപ്പോൾ തലയൊന്നും അനക്കണ്ട, തിരുമ്പൊന്നും വേണ്ട. ഞാൻ വന്നിട്ട് തിരുമ്പിക്കൊണ്ട്. അപ്പോൾ ഇപ്പം എണിച്ചാലേ ഇപ്പൊക്കെ ചായയും ആ ഉണ്ടാക്കി വെച്ച മുട്ടപ്പത്തിരി ഇല്ലേ അതും കൊടുക്കുക. ആൾക്ക് ഇറങ്ങൊന്നുമില്ല, എന്നാലും പോണതിൻ്റെ ഉള്ളിൽ ഉമ്മ ചെയ്ത് വെച്ചാണെന്നൊക്കെ പറഞ്ഞു. അത് കൊടുക്കുക. അപ്പോൾ ഉമ്മ പോയിട്ട് വേഗം വരാം. പോയിട്ടേ ഉമ്മ പണിയെടുത്തിട്ട് 500 റുപ്യ കൂടുതൽ, ഒരു 1000 റുപ്യ ഇല്ലാണ്ട് എങ്ങനെ പോകാനാ. അപ്പോൾ ഞാനൊരു 500 റുപ്യ കൂടുതൽ പോയി മേടിച്ചിട്ടേ ഉമ്മ പോയിട്ട് വേഗം വരാമെന്നാ. 3 മണി തൊട്ടാണ് അവിടെ ഡോക്ടർ ഇരിക്കണം. ഒരു 4 മണി ആകുമ്പോഴത്തേനൊക്കെ എത്താൻ നോക്കും. അതാകുമ്പോൾ നമുക്ക് വേഗം പോയിട്ട് ആ ബസ്സിൽ തന്നെ തിരിച്ചും വരാമല്ലോ. ഒരുപാട് നേരം വൈകിയാൽ പിന്നെ കാണാൻ പറ്റില്ല. കണ്ടില്ലെങ്കിൽ ശരിയാവില്ല അമ്മ. ഭയങ്കര വേദന, എന്ത് വേദന പറയുന്നുണ്ട്. ഉറക്കൊന്നും ശരിയാവണില്ല. അമ്മ എന്നാ ഇറങ്ങിക്കോ, എന്തായാലും നേരം വൈകിയതല്ലേ. ശരിയെന്നാ, ഞാൻ എൻ്റെ കവർ എടുക്കട്ടെ. എന്നാ ശരി താത്ത, പോട്ടെ. 4 മണിക്ക് എത്താൻ പറഞ്ഞാണ് എൻ്റെ മോള്. ഇപ്പം തന്നെ നേരം ഒരുപാടായി. കാത്തിരിക്കുന്നുണ്ടാവും ഡ്രസ്സൊക്കെ മാറിയിട്ട്. ഉറങ്ങി എണിക്കാണ്ട് പോകാണ്ട് എന്താ ചെയ്യാ? ഞാനും പോകാണ്ട് എന്റെ കുടുംബം കഴിയണ്ടേ. നിങ്ങളെ പോലെ ഷർട്ട് മുണ്ടും മാറിങ്ങാണ്ട് പോയി വൈകുന്നേരം പോയി, കാലത്ത് പോയി വൈകുന്നേരം വരുന്ന പോലെ എനിക്ക് ഇരുന്നാ മതിയാ? എവിടുന്ന് പൈസ? എന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണമാണ് ഞാനിപ്പോ നേരം വൈകി വേണ്ട ഈ താത്ത എത്ര നേരം എന്നെ നേരം വൈകിപ്പിച്ചത്. ആ കുട്ടിയോട് പുറപ്പെട്ടിരിക്കുന്നുണ്ടാവും. മോളിന്നലേ ചെവി കുത്തിയിട്ട് നേരം വെളുക്കണം വരെ ഉറങ്ങിയില്ല. എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞാ? നിങ്ങക്ക് പണിക്കും പോവാണ്ട് തോരത്തിനും പോവാണ്ട് പോയിട്ട് അവിടെ എവിടെയും ചെന്ന് എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല. നിങ്ങളൊന്നും ഉണ്ടാന്നെ ഒരു 1000 റുപ്യ സ്കൂട്ടി ചോദിക്കാൻ പറഞ്ഞിട്ട് ആ താത്ത തന്നതാണ് എന്റെ മോളെയും കൊണ്ട് ഡോക്ടർക്ക് പോവാന്. ഇതെന്ത് തന്നിട്ട് മാറെന്താ നിങ്ങളൊന്നും ഉണ്ടാന്നെ. എനിക്കിപ്പോ കുട്ടിനെയും കൊണ്ട് ഡോക്ടർക്ക് പോകണം. അവള് കാത്തിരിക്കുന്നത് അതിന് ശ്രദ്ധിക്കല്ലേ. നിങ്ങളൊന്നും മാറിയത്. നിങ്ങൾ കാണുന്നത് എനിക്ക് പേടിയാ. കാശിന്റെ കാര്യം മാത്രം നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് നിന്നോട് പറഞ്ഞു ഓടിയാലും ഏതുവരെ ഓടും ഞാൻ നോക്കട്ടെ. വീട്ടിലേക്ക് തന്നെ നീ വരണ്ടേ, ശരിയാക്കിയ നീ. കാലത്തുള്ള കള്ളു കുടിക്കാതെ പറഞ്ഞാൽ കയ്യും കാലും വിറച്ചിട്ടും വയ്യ. അതാണ് ഈ കാശ് ചോദിക്കുന്നത്. മോളെ എന്ത് ചെയ്യുന്നു നീ വെയിലത്ത്? ഞാൻ ഈ തുണിയൊക്കെ ഉണങ്ങി നോക്കിയായിരുന്നു മോളെ. ശരീരമൊക്കെ വിറയ്ക്കണ. എനിക്ക് ഓടി വീഴേണ്ടതായിരുന്നു ഒത്തിരി. എന്തുപറ്റി? ഞാൻ അവിടുന്ന് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ നേരം വൈകിട്ടല്ലേ പോയപ്പോ എന്റെ എത്ര നേരം വൈകി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിലേ മനുഷ്യൻ ഊരിപ്പെട്ട പണി. അത് കഴിഞ്ഞാൽ പറയും മോളെ ഈ തേങ്ങ ഒന്ന് അരച്ചിതാ പറയും. തേങ്ങ ചരയൊക്കെ എടുത്തിട്ട് വേഗം പോകാൻ പറഞ്ഞിട്ട് മോളെ ഇതൊന്നും അരച്ചിതാ പറയും. അരച്ചു കൊടുത്താ പറയും മോളെ ആ പറമ്പിൽ പോയിട്ട് ആ ജാതിക്കും ഒന്ന് അടക്കിയും പെറുക്കിട്ട് പോവാന്ന് പറയും. അതൊക്കെ പെറുക്കി പണ്ടാറം എടുത്തിട്ട് വേഗം നീ 4 മണിന്റെ ഉള്ളിൽ വരണം പറഞ്ഞില്ലേ, വേഗം വരുമ്പോണ്ട് ഉപ്പ വന്നിട്ട് പകുതിക്ക് നിൽക്കുക. സങ്കടം വന്നു. ഞാൻ എന്റെ സങ്കടം ആരോടെ പറയാ?
എനിക്ക് വയ്യ, എനിക്ക് ജീവിക്കണം എന്നുണ്ട് ചില സമയത്ത് എനിക്ക് തോന്നണില്ല. കുടുംബത്തെ പണിയും അവിടുത്തെ പണിയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഇടയിലാണ് നിനക്ക് ചെവി വേദന, അത് ഇത് എന്താണെന്ന് ചെയ്യുക. പൈസ എങ്ങനെ നോക്കിയാൽ ഞാൻ എങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇതാക്കിയിട്ട് ഒന്ന് ഓടി വന്നതെന്ന് അറിയാം. അല്ലെങ്കിൽ ഞാനവിടെ വീണ്ടുണ്ടാവും ആ കമ്പി തട്ടി. അതിന് ഉമ്മ എന്തിനാ ഉപ്പാന്റെ മുന്നിൽ ചെന്ന് മോളെ ഞാൻ കണ്ടില്ല, ഞാൻ അവിടെ നിന്ന് വേഗം പറയാണ്. എന്താണ് എനിക്ക് നിന്നെയും കൊണ്ട് പോകണല്ലോ പറഞ്ഞിട്ട് ഞാൻ അർജന്റായിട്ട് വേഗം ഇറങ്ങി കൂടി വരുമ്പോഴാണ് ആ പൈസ കൊണ്ട് കാട്ട്, എനിക്ക് ആവശ്യമുണ്ട് എനിക്ക് പൈസ കാട്ട് പറഞ്ഞിട്ട് എന്താ പറയാ, കൊടുത്തില്ല. എന്നിട്ട് ഉമ്മക്കൊന്നും പറ്റിയില്ലല്ലോ, എവിടെയെങ്കിലും തടഞ്ഞു വീഴ എന്തെങ്കിലും ചെയ്താ? ഉപ്പ എന്തിനാമ്മ ഇങ്ങനെയൊക്കെ കാണിക്കണത്? ഉമ്മ ഒരാള് പോയിട്ട് തന്നെയല്ലേ ഈ കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത്. അതൊന്നും ഉപ്പാക്ക് മനസ്സിലാക്കിയാ പോരെ? ഇങ്ങോട്ട് ഇനിയിപ്പോ എന്തിനാ വരുന്നത്? ഈ പൈസ മേടിച്ചാൽ തന്നെ ഇനി സമാധാനാവുമായിരിക്കൂലേ? എനിക്കൊന്നും അറിയില്ല മോളെ, എനിക്ക് വയ്യ. അതെ, ഒരു കാര്യം ചെയ്യും, നീ പോയി പിറപ്പിട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ വരും ഉപ്പ എന്റെ പിന്നെ. ഉമ്മാക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്തെങ്കിലും എടുത്ത് തരാം. എനിക്ക് വെള്ളമൊന്നും വേണ്ട. അതെ എങ്ങനെ വന്നേ, നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ പൈസക്ക് വേണ്ടിട്ടല്ലേ പഠിച്ചവന് കാലത്ത് പോയി 4 മണി വരെ പണിയെടുത്ത് എല്ലാ അടുക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതിനെ വെറുതെ കള്ളഷാപ്പിൽ കൊണ്ട് കൊടുക്കാൻ. ഇവിടെ ഇരിക്കണല്ലേ, ഞാൻ നീ അങ്ങോട്ട് വരുമ്പോ ഏത് കാശ്? നിന്റെ കയ്യിൽ കാശൊന്നുമില്ല, പോയവിടുന്ന്. ഏത് കമ്മല്? പിന്നെ കമ്മലാണ് ഇപ്പൊ നോട്ടം നിക്ക്. നിങ്ങൾ പോയേ അതിന് 10 രൂപ സമ്പാദിക്കാൻ നോക്ക്. എന്റെ അടുത്ത് കാശും പണിക്ക് പോയിട്ടുള്ള കാശും ചോദിച്ചില്ലേ? നിങ്ങൾക്ക് എന്തിനു കാശ? നിങ്ങൾക്ക് കുടിക്കാനല്ലേ? നിന്റെ കയ്യിൽ കാശില്ല, നയിച്ചിട്ട് പോയിട്ട് കുടിക്കും. എന്ന് നിങ്ങളെ കല്യാണം കഴിച്ച അന്ന് തൊട്ട കഷ്ടപ്പാടാണ്. ഞാനൊന്നും എന്റെ വീട്ടിൽ ഒരു വീട്ടുപണിക്കോ എവിടേക്കും ഞാൻ പോയിട്ടില്ല. നിങ്ങൾ എന്ന് കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയതാണ് ഈ ദുരിതം. വല്ലവരും വീട്ടിൽ പോയിട്ട് പണിയെടുത്ത് ഇടുപ്പ് ബെണ്ടായിട്ടാണ് വരുന്നത്, തണ്ടല് കഴിഞ്ഞെടുത്തിട്ട്. എന്നിട്ട് ഞാൻ കുടുംബത്ത് വന്നിട്ട് മീൻ പൊരിച്ചില്ലേ, മീൻ മേടിച്ചില്ലേ എന്ന് നിങ്ങളുടെ ഒരു ചോദ്യം. ഒന്നിനു മാത്രമേ മോള് പെരന്നറിഞ്ഞ് നിൽക്കുന്നു. അതിന് വലിയ ചിന്ത ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഉണ്ടാ? നീ അധ്വാനിച്ച പൈസ എനിക്ക് വേണ്ട, നീ തരൂല്ല. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഓട്ടോ അടിച്ചിട്ട് കമ്മൽ വാങ്ങിയെന്നല്ലേ, ആ കമ്മലിക്ക് പോയി എനിക്ക് അത്യാവശ്യം. ആ ഒരു മിന്ന് കമ്മലിലാണ് നിങ്ങക്ക് നോട്ടം അല്ലേ? പിന്നെ ഈ കാശ് തരൂല്ല, പിന്നെ കമ്മൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ ഒരു പണിക്ക് പോകണ്ട, നിങ്ങൾ എന്തിനെങ്കിലും പോകണ്ട. ഈ കുടുംബത്ത് ആര് വന്നാലും പോയാലും ഒരു നല്ലതായാലും കെട്ടതായാലും അതൊന്നും ഈ പഴംപുരാണെന്ന് എന്നോട് പറയാൻ നിൽക്കണം. നീ കാട്ടി നിങ്ങൾ ഇത് കമ്മല് പറഞ്ഞിട്ട് ആകെ ഒരു മിന്നിയല്ലേ, ഈ ഒരു മില്ലി കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? അതുകൊണ്ട് വെച്ചിട്ട് കുറച്ച് കടങ്ങളുണ്ട്. എന്റെ അടുത്ത് നല്ല രീതിക്ക് ഞാൻ പറയണം, മര്യാദക്ക് കമ്മല് വന്നോ, ഞാൻ വാങ്ങിയെന്നാണ്, എനിക്ക് ഊരിക്കൊണ്ടുപോയി അറിയാണ്ടല്ല. പക്ഷെ ഞാൻ വേണ്ട എത്ര നേരം ഞാൻ ശ്രമിച്ചു, മെല്ലെ ചോദിച്ച് ഞാൻ വിട്ടു. തരുന്ന വെച്ചിട്ട് നീ ഓവറാകുക, നീ ഊരിയ, നീ തമാശ കളിക്കാണ്ട് ഊര് പറഞ്ഞത് മനസ്സിലാവൂല. എന്റെ പറഞ്ഞിട്ട് ഓടുക. നീ ഞാൻ ഇതുവരെ സമ്പാദിച്ചു തന്നിട്ടില്ല അല്ലെ? ഇത് അത്യാവശ്യം ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയാ. ഊര് നീ കമ്മല് ഊരിയ എവിടുന്ന്? എന്തിനാ നിങ്ങക്ക് കമ്മല്? എനിക്ക് ഈ പുഷ്പം പോലെ കൊണ്ടുപോകാൻ അറിയാണ്ടല്ലേ, കുടിക്കാൻ വേണ്ടിട്ടല്ലേ? നിങ്ങൾ കള്ളുഷാപ്പിൽ കൊണ്ടുപോയിട്ട് കുടിക്കാൻ വേണ്ടിട്ടല്ലേ? നിങ്ങൾക്ക് ഒന്നും അല്ലെങ്കിൽ നിങ്ങളെ മോള് നിങ്ങളുടെ ഒപ്പം ആയില്ലേ? അതിനെ പറ്റി വരെ ചിന്തയുണ്ട നിങ്ങൾക്ക്? ഈ തണ്ടലൊക്കെ വേദനിച്ചിട്ട് വല്ലവരും വീട്ടുപണി ചെയ്തിട്ടുള്ളതല്ലേ 3 നേരം എണ്ണണ് നിങ്ങള് അല്ലേ? എന്നിട്ട് കമ്മല് ചോദിക്കണം. അത്ര കമ്മല് ഒരു മോള് വരുന്നുണ്ട്, ആ മോൾക്ക് എന്താ ചെയ്യേണ്ടത്? നാദോട് പണിക്ക് പോകാൻ നോക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പുകി ഞങ്ങൾ സമാധാനമായിട്ട് ജീവിക്കട്ടെ. മതി നിങ്ങളെ കെട്ടി വെച്ചിട്ട് ജീവിച്ചത്. എനിക്ക് ജീവിക്കണം തോന്നുന്നില്ല നിങ്ങളുടെ കൂടെ. എന്താന്ന് എന്റെ കർമ്മ നിങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ തള്ള കൊടുത്തത്. അല്ലാണ്ട് പിന്നെ ഞാൻ എന്തെന്നാ പറയണു? ഒരു മില്ലി കമ്മല് വാങ്ങിച്ചു തന്നത്ര, അത് വേണത്ര. പോയവർക്ക് പോകണം. എന്താ കാട്ടണു ഉമ്മാനിട്ടിട്ട്? നിങ്ങൾ എന്താ കാട്ടണ്? ഒന്നിലെ മോളെ കമ്മൽ ഊരി തരാൻ പറയും. നീ വെള്ളം കുടിച്ചേ? ഞാൻ ലോട്ടറി അടിച്ചിട്ട് കമ്മൽ വാങ്ങി കൊടുത്തത്, അതൊന്ന് ഊരി തരാൻ പറയും. എന്തിനാണ് ഉമ്മാനിട്ടിട്ട്? എനിക്ക് ചെവി വേദനയായിട്ട് ഉമ്മ ആശുപത്രിക്ക് പോവാന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വേഗം പോന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഉമ്മാന്റെ കയ്യിലുള്ള പൈസയും മേടിച്ചിട്ട് ഇപ്പൊ കമ്മലും ചോദിച്ചിട്ട് നിക്കണേ. കാശ് തന്നിട്ടില്ല, ചോദിച്ചു മട്ടി ഞാൻ. അപ്പൊ കമ്മൽ ഊരി തരാൻ പറഞ്ഞു. അത് ആകപ്പാടുള്ളതാണ് അതില് ചെവിയില്. അതിപ്പോ ഇപ്പൊ മേടിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉപ്പ അറിയുന്നുണ്ടാ? വല്ല പണിക്കും പോണുണ്ടോ? ഉപ്പ എന്താ ഇങ്ങനെ? ഉപ്പ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ഉമ്മ കിടന്ന് കഷ്ടപ്പെടുന്ന തന്നെയല്ലേ ഈ കുടുംബമൊക്കെ കഴിഞ്ഞു പോണത്. അതൊന്നും ആലോചിക്കുന്നില്ല അല്ലെ? എനിക്കറിയില്ല മോളെ, എനിക്ക് കമ്മല് വേണം. ഞങ്ങൾക്ക് സാധനമൊക്കെ അത്യാവശ്യം കാശിന്റെ ആവശ്യമുണ്ട്. ഈ കുറെ കടങ്ങളുണ്ട്. അതെ, അങ്ങോട്ട് പറയണൊന്നും കേക്കണ്ട. മോള് കൊണ്ടുവച്ചിട്ടേ വേമ്പ് പെറപ്പെട്ട 4 മണിക്ക് പോണം. ഇത് പറ്റില്ലേ കമ്മലൊന്ന് വാങ്ങിയ മോളെ? നിങ്ങളൊന്നും മിണ്ടാന്നെ. അതെ, മോള് വന്നാൽ രക്ഷപ്പെട്ട. നീ എവിടേക്ക് പോകുന്നു? കമ്മലൂര്
മോനെ അതെ എന്റെ മാപ്പിള ഇക്കല്ലേ ഒക്കെ വന്ന് എന്നെ ചോദിച്ചവിടെ ഇല്ലാന്ന് പറയിട്ടാ ഞാൻ കുറച്ച് നേരം മോനെ അതെ എന്റെ കമ്മല് ചോദിച്ചിട്ട് വീട്ടില് ഭയങ്കര പ്രശ്നം. ആ പെൺകുട്ടിയാണെങ്കിൽ ചെവി കുത്തിയിട്ട് ഇപ്പൊ പണി കഴിഞ്ഞ് പോയതിന്റെ ഉള്ളു. ആ കാശ് കൊണ്ടാ മറ്റേ കുടിക്കാനാണ് വേറൊന്നും ചോദിച്ചില്ലാന്ന് പറഞ്ഞു. ഞാൻ പറയാം ഓരോ പ്രശ്നങ്ങള്. നിങ്ങൾ എവിടെ പോയിന്ന് എനിക്കറിയാം. ഇവിടെ ചങ്ക ആരെ കൂട്ടുകാരിയാ, അവര് വീട്ടിൽ തന്നെ പോയിട്ടുണ്ടാവുള്ളൂ. പോയാലും പോലെ എവിടേക്ക് എത്തുമോ ഒക്കെ അറിയാം. അന്വേഷിച്ച് പിടിക്കാൻ അധികം ദൂരമൊന്നുമില്ല, ഈ വഴി തന്നെ ആവുള്ളൂ. ഓടിയത് ആ ഇവിടെ നിൽക്കുന്നില്ലേ. അല്ല മോനെ, അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നോ? ഇത്തൊരു 3:30 ആകുമ്പോ പണി കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിയല്ലോ. അപ്പൊ അങ്ങോട്ട് എത്തിയില്ലേ? എന്താ അന്വേഷിച്ചു വന്നേ? ഈ പണിമാറിയിട്ടൊക്കെ വീടെത്തിണ്ടായിരുന്നു. പിന്നെ വീണ്ടും തിരിച്ചവൾ ഇങ്ങോട്ട് വന്നേ, അതാ ചോദിക്കാൻ വേണ്ടി വന്നു. ഇങ്ങോട്ട് വന്നിട്ടില്ലേക്കാ, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് എന്തോ പോണെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിണ്ടാവും. ഇങ്ങോട്ട് വന്നിട്ടില്ല. അതെ, നോണ പറയാൻ നിൽക്കില്ലട്ടാ. എന്റെ ഭാര്യ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടല്ലോ. എന്തിനു നോണ പറയാം? ഇങ്ങോട്ട് ഇറക്കി വിട്ടെ. എന്തിനൊക്കെ ഇങ്ങനെ ചൂടായിട്ടൊക്കെ സംസാരിക്കണത്? നിങ്ങളുടെ ഭാര്യനെ ഇവിടെ വെച്ച് ഇതിനുള്ളിൽ വെക്കേണ്ട ആവശ്യം എനിക്കില്ല. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ വർത്താനം പറയണേ? അവൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ എനിക്കറിയാം. മോനെ സെബീന അങ്ങോട്ട് ഇറങ്ങി വന്നേ. നോണ പറയായിരുന്നിട്ടില്ല ഇവിടെ നിന്നിട്ട് വന്നിട്ടില്ല എന്നൊക്കെ. ഇവിടെ ഇറങ്ങി വന്നേ. ഞാൻ കേറി വന്നിട്ടുണ്ടല്ലോ അകത്ത്. സ്വഭാവം മാറൂട്ടാ. എന്താ വീട്ടിൽ വന്നിട്ട് ഇമാതിരി സംസാരമൊക്കെ സംസാരിക്കണത്? ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ ഇവിടെ ഇല്ല, പിന്നെ എന്നിട്ട് കൂടുതൽ വർത്താനം പറയാൻ നിൽക്കണത് അത് ഇതൊന്നും ശരിയാവില്ലാട്ടാ. ഇത് ഒരു വട്ടം പറഞ്ഞ മനസ്സിലായില്ല. ഇത് നാളെ കളിയൊക്കെ നിൽക്കുക. നീ ഇതാ ഇറങ്ങി ഇങ്ങോട്ടില്ലേ? ഇപ്പൊ മനസ്സിലായി? നീ നോണയല്ലേ പറഞ്ഞപ്പോ ഇത്ര നേരം എന്നെ പറ്റിക്കാൻ നോക്കണ്ടാട്ടാ. അതെ കണ്ടില്ലേ മോനെ, ഇവിടെ വന്നിട്ടും പ്രശ്നം ഉണ്ടാക്കണ. വീട്ടിലും ഇതേ തന്നെ ദിവസവും തന്നെയാ. വൈകുന്നേരം 4 കാലില് വരും. ഒന്നിന് മാത്രമായി പെൺകുട്ടിയല്ലേ, എന്തോരം ഇത്ര ക്ഷമിക്കുക. നിങ്ങളെ വീട്ടിൽ പണിക്ക് വരുമ്പോഴാണ് എനിക്കൊരു സമാധാനം. അറിയോ, ആ പെൺകുട്ടി ഇല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകും, എവിടെയെങ്കിലും പോയി വീട്ടുപണിക്ക് നിന്നിട്ട് അവിടെ നിൽക്കും. എൻ്റെ മോളെ ഞാൻ എന്താ ചെയ്യുക? അത് കാരണം മനുഷ്യനൊരു വല്ലാത്തൊരു തൊയിരക്കേടാണ്. കണ്ടില്ലേ ഇപ്പൊ ഇവിടെ എന്തിനൊക്കെ അങ്ങനെ ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ നിൽക്കണത്? എത്രമാത്രം കഷ്ടപ്പെട്ടാന്നറിയോ ആ താത്ത ഈ വീട്ടിൽ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം വേണ്ടെന്നിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് കുറച്ചെങ്കിലൊക്കെ ഒന്ന് മനസ്സിലായിക്കൂടെ? വീട്ടിലൊന്നാമത് ഒന്നിനൊത്ത മോള്, പിന്നെ ഈ താത്ത. ഒരാള് വേറെ ആള് വന്ന് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയാറുണ്ട്. എനിക്കറിയാം എന്റെ കുടുംബം ഞാൻ ഇതുവരെ ഞാൻ നോക്കി നടത്തിയിരുന്നതാണ്. നീ പുതിയതായിട്ടൊന്നും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം. അങ്ങനെ ആവശ്യമില്ലാത്ത ഒന്നിനൊത്ത മോളുള്ളതല്ലേ. പിന്നെ ആ താത്ത എത്ര പാവാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടുപണി എടുത്തിട്ട് ഞങ്ങൾ കൊടുക്കണം നക്ക പൈസ കൊണ്ടല്ല നിങ്ങൾ ഈ കുടുംബം കഴിയണം. ഒന്നും ഇക്ക എന്തിനും പണിക്കും ജോലിക്കും കാര്യങ്ങളൊന്നും പോണില്ല. പിന്നെ എന്തിനാ വെറുതെ പാവത്തിന് ഇട്ടിട്ട് ഇങ്ങനെ ദ്രോഹിക്കണത്? കമ്മല് കൊണ്ടാ അതുകൊണ്ടാ ഇതുകൊണ്ടാണ്. ആ കള്ളുകൂടിയൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? നീ ഞാൻ വലിയ വർത്താനം പറയാൻ നിൽക്കണം. നീ ഇല്ലാന്ന് പറഞ്ഞല്ലേ, നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കണം. എൻ്റെ മക്കളിനെ എൻ്റെ ഭാര്യനെ നോക്കാൻ എനിക്കറിയാം. ഒരാളുടെ ഉപദേശം കൊണ്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? ഞങ്ങൾ കുടുംബ വഴക്കിൽ പല കാര്യങ്ങളുണ്ടാവും, വഴക്കുണ്ടാവും. അത് നീ ഇന്ന് ഇടപെടേണ്ട ആവശ്യമില്ല ഇതിൽ. നീ ഇതിന് ആവശ്യമില്ലാണ്ട് നീ ഇതിൽ തലയിടണത്. ഉപദേശിക്കാൻ എൻ്റെ അടുത്ത് ഉപദേശിക്കണ്ട. ഞാൻ ഉപദേശം ഒരാളുടെ സ്വീകരിക്കാറില്ല. വെറുതെ ആവശ്യമില്ലാണ്ട് ഉപദേശിക്കാൻ നടക്കുക. നീ അവിടെ ഇറങ്ങി ഇങ്ങോട്ട് വർത്താനം പറയാണ്ട് ഇത് ഇറങ്ങ്. പറഞ്ഞ് മനസ്സിലായില്ലേ? ശരി മോനെ, ഞാൻ പോട്ടെ. ഇപ്പൊ കണ്ടില്ലേ എവിടെയും വന്നിട്ട് മോനായിട്ട് വല്ല പ്രശ്നം ഉണ്ടാവും വേണ്ട തന്നെ അവിടെ നിന്ന് ഓടിക്കൊണ്ടിങ്ങോട്ട് വന്നത്. എന്താന്നാ ഇതേ തന്നെ കുടുംബത്തും പ്രശ്നം. ഒരു പണിക്കും തുരത്തിനും പോകൂല. എന്തെങ്കിലും പണിക്ക് പോയിങ്ങാണ്ട് വൈകുന്നേരം വരുമ്പോൾ നമുക്ക് സഹിച്ചാൽ മതി. ഇത് കുടുംബത്തിൽ ഇരുന്നിട്ട് കാശ് കൊടുത്ത ഒരു പ്രശ്നമില്ല. ഞാൻ ഇവിടെ പോട്ടെ കാശിന് വല്ല പണിക്ക്. ഇവരോട് പരാതി പറയുന്നുണ്ടല്ലോ, അവർക്ക് കുറെ കമ്പനിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കമ്പനിയിലെല്ലാം ജോലി ഉണ്ടെങ്കിൽ റെഡിയാക്കി തരാൻ പറയും. നീ വല്ല ഉപദേശങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ നിൽക്കണം. അങ്ങനെയുള്ള പരിപാടി ഉണ്ടെങ്കിൽ ചെയ്തു തരാൻ പറയും. നല്ല പണി എന്തെങ്കിലും ഉണ്ടാവും മോനെ നിന്റെ കയറാപ്പില്. ഓ ഇതാണ് പ്രശ്നം. താത്ത അതിനെ കുറിച്ചൊന്നും പേടിക്കണ്ട. നമുക്ക് ഇക്ക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്കാക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്ക നാളെ തന്നെ വരട്ടെ. നമ്മുടെ കമ്പനിയിൽ നല്ലൊരു ജോലി റെഡിയാക്കി കൊടുക്കാം. ആ ജോലി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയും ഇങ്ങനെയും ഓരോ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ. ഇക്ക അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ വായോ. നമ്മുടെ കമ്പനിയിലേ നല്ലൊരു അടിപൊളി ജോലി, നല്ല സാലറി ഉള്ള ജോലിയൊക്കെ ആയിട്ട് ഇക്കാക്ക് ഞാൻ റെഡിയാക്കി തരാം. അപ്പൊ ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. താത്ത ആ അടിപൊളിയായിട്ട് അങ്ങനെ പോയിക്കോളും. പണി അവിടുത്തെ ഒന്നും കഷ്ടപ്പെടുത്താനും അങ്ങനെ മൂട്ട നോക്കലും അങ്ങനെ വലിയ വലിയ പണിയൊന്നും പറ്റില്ല. നമുക്ക് അവിടെ ഇരുന്നിട്ട് അങ്ങനെ തട്ടിമുട്ടി അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പണി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പണി കൊണ്ട് ഏൽപ്പിച്ച് വിട്ടിട്ട് ഞാൻ ചെയ്യില്ല. നല്ലൊരു പണിയായിരിക്കണം, നല്ല ശമ്പളം കിട്ടണം. അല്ലാണ്ട് ഞാൻ പണിക്ക് ചെയ്തില്ല. മേലിറങ്ങാൻ പറ്റില്ല അല്ലേ? അതേ കമ്പനിയിൽ ഒരു മാനേജർ പോസ്റ്റ് ഉണ്ട്, അതിപ്പോ നിങ്ങൾക്ക് തരാനും പറ്റില്ല. പിന്നെ വേറെ വെച്ചാൽ കമ്പ്യൂട്ടർ അറിയൂല. നോക്കട്ടെ ഇൻഷാ അല്ലാഹ് നല്ലൊരു പോസ്റ്റ് അല്ലേ? നിങ്ങൾ പറഞ്ഞ പോലത്തെ എന്തെങ്കിലുമൊക്കെ ജോലി നല്ല ശമ്പളത്തോട് നമുക്ക് തരാം.
നിങ്ങൾ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാക്കാണ്ട് സമാധാനത്തിൽ പോയാലാണ് നമുക്കൊരു സന്തോഷം. ഒന്നല്ലെങ്കിൽ അയൽവാസികളല്ലേ, അതുകൊണ്ട് പറയണ ദയവേദിക്ക ആ കൂടി ഒന്ന് നിർത്ത്. അത് നിർത്തിയാൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വീട്ടിലും എല്ലാ സ്ഥലത്തും ഐശ്വര്യം വരും. ആ താത്താന്റെ മുഖം നോക്കിയാൽ കരഞ്ഞിട്ട് അതൊക്കെ ഒന്ന് നല്ല പണി കിട്ടിക്കഴിഞ്ഞാൽ ആ കുടിയൊക്കെ നിർത്തും. പിന്നെ ഈ വക പരിപാടിയില്ല, അത് ജോലി കിട്ടട്ടെ, നല്ല ജോലി. നീ ഇവിടെ ഇറങ്ങിയേ ബാ. ഇൻഷാല്ലാ താത്ത വിഷമിക്കണ്ട, ജോലിയൊക്കെ നമുക്ക് റെഡി ആക്കി കൊടുക്കാം. നിങ്ങൾ പോയിട്ട് വായോ. മോനെ നിന്റെ ഉപദേശമൊക്കെ കേട്ടല്ലോ, എനിക്ക് വളരെ സന്തോഷമായി മോനെ. എന്തായാലും നീ ഒരു പണി കാക്ക് കൊടുത്തത് എനിക്ക് വലിയ ഇത് വരാന്ന് പറഞ്ഞത് അതിലേറെ സന്തോഷം. എന്നാ ശരി, എന്നാ പോട്ടെ മോനെ. ഇറങ്ങിയതാ, ബാ വേം ബാ. ഓ മോൻ നല്ല ഉപദേശമൊക്കെ പറഞ്ഞു. പിന്നെ പണിയൊക്കെ ആ കുട്ടി ശരിയാക്കി തരാന്ന് പറഞ്ഞ നിങ്ങള് മുടങ്ങാണ്ട് പോയ അവിടെ മതി. നല്ലൊരു ഇതാണ്, കാറ്റും വെയിലും ഒന്നും കൊള്ളണ്ട. നല്ല ഞാൻ പോയി നോക്കട്ടെ, പോയി നോക്കിട്ട് പണി റെഡിയാണെങ്കിൽ മാത്രമേ റെഡി ആവുള്ളൂ. വാ. ആ പണിയൊക്കെ നല്ല പോലെ സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. നല്ലൊരു മോനാണ്, നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. ഇന്നോട് മാറ്റി നിക്കാൻ പറഞ്ഞിട്ട് ഉമ്മ എവിടേക്കാ പോയിണ്ടായിരുന്നു? ഞാൻ വന്ന് നോക്കുമ്പോ നിങ്ങൾ രണ്ടാളെയും കാണാനില്ല. അതൊന്നും പറയാണ്ടിരിക്കുന്ന മോളെ ഭേദം. എന്തേ? മോളകത്തേക്ക് കയറിയില്ലേ, എന്റെ ബാക്കിൽ ഞാനും കയറി വന്നില്ല. അങ്ങനെ ഉപ്പ മുടിക്കൊണ്ട പിടിച്ചില്ലേ, മുടിക്കൊണ്ട പിടിച്ചിട്ട് വിടുന്നില്ല. എനിക്ക് ഇവിടൊക്കെ വേദനിച്ച് പരടിയൊക്കെ ഒരു മാരിക്ക് പിടിച്ച ഒരു തള്ളു തള്ളിങ്ങനെ ഓടിയിട്ട് പണിയെടുക്കണ ഇത്തല്ലേ. അവിടെ പോകുമ്പോ ഇത്തൊന്നുമില്ല. ഇത്തട മോനെന്നെ ഉള്ളു മോളെ. ഉപ്പ ബാക്കിൽ വന്ന് ഞാൻ ഓടി അവരുടെ വീട്ടിൽ കയറി. മോനോട് പറഞ്ഞു, മോനെ ഒത്തിരി നേരം നിക്കണ്ട്, എന്റെ മക്കള് തെരഞ്ഞു വരുന്നുണ്ട്, ചോദിക്കണ്ട പറയണ്ടട്ടാന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞൊന്നുമില്ല. പിന്നെ അതേപോലെ വന്നു ഇപ്പൊ വന്നിട്ട് ആ കുട്ടിയോട് ചൂടായി നിന്നപ്പോ എനിക്കിനി തല്ലു കൂടിയാലോ പഠിച്ചോനെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പുറത്തേക്ക് പോയി. നല്ല വിളിച്ചു മോളെ ഇറക്കി വിടും. എന്റെ ഭാര്യ ഇതിന്റെ ഉള്ളിലാ കയറിയത്, ഇറക്കി വിടും. ഞാനില്ലെങ്കിൽ അകത്ത് കയറി നോക്കും. ജാതി എന്താ ചെയ്യുക, എനിക്കൊരു സമാധാനം. പിന്നെ ഒരു കാര്യം അവിടെ പോയപ്പോ ആ കുട്ടി ഇത്തിരി ചൂടായാലും ഉപ്പ ചൂടായ കാരണം ആ കുട്ടി ചൂടായതാണ്. പിന്നെ അങ്ങോട്ട് ശരിയായി. അങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്കൊരു പണി കേട്ടു. നമുക്ക് ഇത്രയും കടങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ല. ഇപ്പൊ എന്തായി? ഉപ്പ അവിടെ വന്നിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ? എന്തായാലും അവിടെ പോയതൊന്ന് നോക്കുമ്പോ നല്ലതായി മോളെ. അവിടെ പോയിട്ട് രണ്ടാളും അങ്ങോട്ടും ചൂടായി. ആ കുട്ടിയോട് ഉപ്പ ചൂടായി, ഉപ്പാനോട് ആ കുട്ടിയും ചൂടായില്ല. അങ്ങനെ വാക്ക് തീർക്കും. എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പൊ ഇതൊക്കെ പറയില്ല, നിനക്ക് കുറെ കടകളും കാര്യങ്ങളൊക്കെ ഇല്ല, എന്തെങ്കിലും ഒരു ജോലി ഇട്ടതാന്ന് പറഞ്ഞു. ഉപ്പ ചോദിച്ചു. കാരണം ആ കുട്ടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇക്കാക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ജോലി തരാം. വേറെ വല്ല അങ്ങനെയൊന്നും അറിയില്ലല്ലോ, ഇപ്പൊ വായിക്കാനൊന്നും അങ്ങനെ അറിയില്ലല്ലോ. അപ്പൊ ശരി, എന്നാ പിന്നെ മൂട്ട ചമക്കലും കഷ്ടപ്പെട്ട പണിയൊന്നും വരില്ല. പറയാണ്, കഷ്ടപ്പെട്ട പണിക്കൊന്നും വരില്ല, എനിക്ക് അങ്ങനെ ഇങ്ങനെയുള്ള പണിക്ക് മാത്രം മതി. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ആയിക്കോട്ടെ, അങ്ങനെയെങ്കിലും നിങ്ങൾ നന്നായി കുടുംബം നോക്കി, എനിക്കൊരു മോളുള്ളതല്ലേ. ആ കുട്ടി എന്തൊക്കെ പറഞ്ഞു കൊടുക്കണ ഉപദേശം. അങ്ങനെ സമാധാനപ്പെട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ട്. ശരി, ഉപ്പാക്ക് അങ്ങനെയൊക്കെ ഒരു നല്ല ചിന്ത ഉണ്ടാകുന്നുണ്ടെങ്കില് പണിക്ക് പോകണമെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോവല്ലോ. അതൊന്നും എന്താ കുഴപ്പമൊന്നുമില്ല. അതെ എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ തൊട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, എനിക്ക് ഇവിടെ ഇപ്പൊ ഇങ്ങനെ പിടിച്ചപ്പോഴേ ഇവിടെ ഭയങ്കര വേദന. ശരി, എന്നാ പിന്നെ കാര്യം ചെയ്യാം. ഒത്തിരി നേരം വൈകുന്നാലും കുഴപ്പമില്ല. മോള് വേഗം ഡ്രസ്സും മാറ്റി നമുക്ക് ഡോക്ടർക്ക് പോവാ. ശരി.